പോയിക്കൊണ്ടിരിക്കുകയാണ്. അൽബത്തുബ ലൈക്കിലേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത് കേട്ടോ. നമുക്ക് അവിടെ എത്തിയിട്ട് കാഴ്ചകളൊക്കെ കാണാം. എന്തായാലും പോകുമ്പോൾ ഈ റോഡിലെ കാഴ്ചകളൊക്കെ കാണാം. ഹായ്, പില്ലു പിനാസ് ഫുഡ് ആൻഡ് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ലൈക്കിലാണ്. ഏത് ലൈക്കാന്ന് വെച്ചാൽ അൽബത്തുബ ലൈക്ക്. അപ്പോൾ ഇതാ ഞങ്ങൾ ഇവിടെയാണ് ഉള്ളത്. ഇപ്പോൾ നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ്. നല്ല മോർണിംഗിൽ വീടാണെങ്കിൽ ഉണ്ടല്ലോ, പൊളിയാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ഷെരീഫ് ഉണ്ട്, ഷിബില്, ഞാനും. ഇവിടെ ഒരു കടകളൊന്നും ഇല്ല കേട്ടോ. ഇതൊരു ഡെസേർട്ടാണ്. ഡെസേർട്ടിൽ ഇവര് ഉണ്ടാക്കിയതാണ്. ചായ വേണമെന്നുണ്ടെങ്കിൽ നമ്മള് സ്വന്തമായിട്ട് ഫ്ലാസ്കിൽ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടി വരും. അപ്പോഴേ നടക്കുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇത് ഇവര് ഉണ്ടാക്കിയതാണ്. ആർട്ടിഫിഷ്യലാണ്. ഇത് കണ്ടില്ലേ, ഇത് മറ്റേ ഇതാണ്, പ്ലാസ്റ്റിക്കിന്റെ ഇതാണ്. ഇവര് നാച്ചുറൽ തടാകം അല്ലത്, ഇവരുണ്ടാക്കിയതാണ് കേട്ടോ. ഇവിടെ നിർമ്മിച്ചാണ് ഈ മരുഭൂമിയിൽ ഇങ്ങനത്തെ ഒരു തടാകം. എത്ര പോലെ മീനുകളാ ചത്തെടുക്കുന്നില്ലേ? ഒരു 100 മീന് ചത്തിരുന്നില്ലേ? ഇവിടെ ഒരു ഏർമാടമുണ്ട്. ഇതാണ് ഏർമാടം. ഇവിടെ ഇരിക്കാനുള്ളതൊന്നും സെറ്റപ്പ് ഒന്നും ഇല്ല. എന്താ കാരണം വെച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇവിടെ ഇരിക്കാൻ ഉള്ള സെറ്റപ്പ് ഒന്നും ഇല്ലാത്ത. ചെയറൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ സുഖമാണ് ഇവിടെ ഇരിക്കാം. അടിപൊളിയാണ്. രാവിലെ അടിപൊളി കേട്ടോ. രാവിലെ തന്നെ നല്ല തണുപ്പ്, നല്ല ഇതാണ്, ചെറിയൊരു തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. നല്ല ടൈമാണ് ഇപ്പം, ഒക്ടോബർ ടൈം. ഫോട്ടോഷൂട്ട് ഇവിടെ ഫാമിലി ഒക്കെ വരുന്നുണ്ട്, ഫാമിലീസ് ഉണ്ട്. ബാച്ചിലർ ആയാലും കപ്പിൾ ആയാലും എല്ലാവർക്കും റിയലി എൻജോയ് ആണ്. എത്ര വെയിലത്ത് വന്നാലും തണലത്ത് ഇരിക്കാനുള്ള സ്ഥലം, നല്ല ഇതാണ്, നല്ല ക്ലൈമറ്റ് ആണ്. ഇപ്പൊ വലിയ ചൂടില്ല. അടിപൊളി പൊളിയാണ് കേട്ടോ, പൊളി. അപ്പൊ വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും വരണം ഇവിടെ. അൽബത്തുബ ലൈക്ക്. നല്ല മരങ്ങള്, ഫാമിലീസ് ഒക്കെ വന്നതാ, നല്ല മരങ്ങളൊക്കെ ഉണ്ട്, പൊളിയാണ്. കുട്ടികൾക്കൊക്കെ നല്ല അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലം. റിയലി എൻജോയ്ഡ് ആണ്.
നല്ല നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട് ഇപ്പൊ രാവിലെ തന്നെ. സ്നാക്സ് ഒക്കെ കയ്യിൽ സ്നാക്സ് പിന്നെ ചായകൾ ഇതൊക്കെ കരുതുന്നത് നല്ലതാണ്. അതിനുള്ളൊരു സൗകര്യം ഇവിടെ ഇല്ല. ഫുഡ് ഒന്നും ഇവിടെ കിട്ടൂല, മരുഭൂമിയാണ്. മരുഭൂമിയിലെ അൽവത്ത് പോലെ ലൈക്കാണ്. ഓക്കെ, സൈക്കിൾ ട്രാക്കിന്റെ തൊട്ടടുത്ത്. എന്നാൽ പിന്നെ ഞങ്ങൾ ഒന്ന് റൗണ്ട് അടിക്കാൻ പോവാണ്. ഞങ്ങൾ വണ്ടിയിലൊന്ന് റൗണ്ട് അടിച്ചോക്കട്ടെ. ഏതായാലും പൊളിയാണ് കേട്ടോ, പൊളിയാണ്. അല്ല ഷെരീഫേ, അതാണ് നമ്മളെ ഷെരീഫ്, പരപ്പനാടിക്കാരനാണ്. സെബിയില് തിരൂര് ചെമ്പ്ര. അപ്പോൾ ഞങ്ങളിതാ വണ്ടിയിൽ കയറാൻ പോവാണ്. വണ്ടി കയറിയിട്ട് വണ്ടിയിലുള്ള ഒരു റൗണ്ട്. ഡെസേർട്ടിലൂടെ ഇതാ ഫാമിലി നടക്കുന്നു. അടിപൊളി അടിപൊളി. ഇതാണ് ലൈക്ക്, അൽബത്ത് ബാ ലൈക്ക്. ഇവിടെ വന്നിട്ട് റിയലി എൻജോയ് ചെയ്യണേ. എന്തായാലും റിയലി എൻജോയ് ചെയ്യണം. പൊളിയാണ്, പൊളി പൊളി. ഈ വിഷ്വലൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം കേട്ടോ. അടിപൊളിയാണ്, അടിപൊളി. Enjoy, enjoy, really enjoy. ഡെയിലി ഈ വണ്ടി പോട്ടെങ്കിൽ ഇവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കും. സുജിത് ഭക്തനെ കൊണ്ടിറക്കണ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് ഇത് കാണുന്നൊരു ഇത് പില്ലുവിന്റെ വണ്ടിയാണ്. ഒരു കൺസെഷൻ ഉണ്ടാവും ഇവിടെ എത്തുമ്പോഴും. പില്ലു ഹായ്, റിയലി എൻജോയ് ആണ് ഞങ്ങൾ റിയലി എൻജോയ്. നമ്മുടെ ഷെരീഫിന്റെ വണ്ടി കേട്ടോ. ഷെരീഫിന്റെ വണ്ടി നമുക്ക് സ്പോൺസർ ചെയ്താണ്. ഷെരീഫിന്റെ ലെക്സസ് ആണ്. ലെക്സസ് നമുക്ക് സ്പോൺസർ ചെയ്താണ്. ഷെരീഫ് നോക്കിയോ, അരെ ഹായ് പറഞ്ഞോ. ഹായ് ഷിബി, ഷിബിൽ. എല്ലാവരും വരണോ അൽബത്ത് ബാ, ഇറ്റ്സ് നൈസ് പ്ലേസ്. ഇതാണ് സൈക്കിൾ ട്രാക്ക്. നല്ല വെളിച്ചം വെച്ചിട്ടോ, നല്ല വെളിച്ചം വെച്ചു. അടിപൊളി. ഇവിടെ അടുത്ത് ശരിയാണോ? ഷബേൽ അതൊക്കെ കാണിച്ചു കൊടുക്കണം. സൈക്കിൾ ട്രാക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ കേട്ടോ. സ്റ്റാർട്ടിങ് ഇവിടെയാണ്, സ്റ്റാർട്ടിങ് പോയിന്റ്. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയ ഒരു റൗണ്ടാണ്. ഇങ്ങനെ റൗണ്ട് അടിക്കും, കിലോമീറ്ററോളം ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ടാണ് സൈക്കിൾ ട്രാക്ക്. മരുഭൂമിയിലാണ് കേട്ടോ. സൈക്കിൾ ട്രാക്കിങ്ങിന് വരുന്നവർക്കുള്ള പാർക്കിംഗ് ഇതാ. സൈക്കിൾ ട്രാക്കിങ്ങിന് വരുന്നവർക്കുള്ള പാർക്കിംഗ് ആണിത്. അടിപൊളി. അപ്പൊ നമ്മള് അൽവത്തുബ ലൈക്കിൽ നിന്ന് എവിടുന്ന് പോവാണ്, വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാവരും ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് വാച്ച് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റും ചെയ്യുക. ഒരിക്കലും മറക്കരുത്. പ്രത്യേകിച്ച് ചെയ്യുക മറക്കരുത്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. ആ ബെൽ ബട്ടൺ ആളൊന്നും കൂടി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ കിട്ടും. നമ്മളെ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ വരും. ഓക്കെ, സൈൻ ഔട്ട്, ബൈ. ഇങ്ങനെയുള്ള യാത്രകൾ കൊണ്ട് നമ്മൾ ഒരുപാട് സ്ട്രെസ്സുകൾ ഒഴിവാക്കാം. എസ്പെഷ്യലി നമ്മൾ പ്രവാസികളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഔട്ടിങ്, ഇടയ്ക്കിടയ്ക്ക് ഔട്ടിംഗ് ഒക്കെ നടത്തുക, ഇതുപോലുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുക, ഒറ്റ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുക. പ്രത്യേകിച്ച് ഫാമിലി ഇവിടെ ഇല്ലാത്തവർ ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇതുപോലുള്ള സ്ഥലങ്ങൾ. ഇന്ന് കണ്ട ലേക്ക്, അതേപോലുള്ള ഫോസിൽ പോലത്തുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. ഇന്നിപ്പോൾ നമ്മൾക്ക് നല്ലൊരു ഹാപ്പിനെസ്സും അതേപോലെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. വരുമ്പോൾ ഫ്രണ്ട്സുകളെ കൂട്ടി അതേപോലെ ഫാമിലിയുമായിട്ട് വരാൻ ശ്രമിക്കുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അതോടൊപ്പം തന്നെ നല്ലൊരു ഡ്രൈവറും കൂടി ഉണ്ടെങ്കിൽ നമ്മളെ യാത്ര വളരെ സുഖകരമാവും. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഷെരീഫ് ഭായിൻ്റെ കൂടെയാണ്. അദ്ദേഹത്തിന് ഒരുവിധം സ്ഥലങ്ങളും എല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയില്ല, എൻജോയ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു യാത്രയിൽ. അപ്പോൾ ഷെരീഫ് ഭായിനെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ യാത്രകൾ കണ്ടക്ട് ചെയ്യാം.
അതേപോലെ എന്ത് ആവശ്യത്തിനായാലും അവര് അവിടെ അവൈലബിൾ ആയി എത്തും. നമ്പർ ഇവിടെ നമ്മൾ യുഎഇയിൽ എവിടെ ആണെങ്കിലും അവൈലബിൾ ആട്ടോ ആള്. ശരി പോയി. ഓക്കെ, അപ്പോൾ അവരുടെ നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ ആവശ്യക്കാർ അതിൽ കോൺടാക്ട് ചെയ്യാം. യാത്രകൾ എന്തുകൊണ്ടും നല്ലൊരു സന്തോഷം നൽകും. അതോടൊപ്പം തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആകുമ്പോൾ ഒന്നും കൂടി അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റും. മാക്സിമം ഫ്രണ്ട്സിൻ്റെ കൂടെ വരാൻ നോക്കുക. അതോടൊപ്പം തന്നെ ഫാമിലിയുടെ കൂടെ വരാൻ നോക്കുക. കുട്ടികളുണ്ടെങ്കിൽ അത്രയും നല്ലത്. അവർക്ക് പറ്റിയ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്. നമ്മൾ പോയ ലേക്കിലും ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്. അതേപോലെ സൈക്കിൾ ട്രാക്കിംഗ് ഉണ്ട്. സൈക്കിൾ ആവശ്യമുള്ളവർക്ക് സൈക്കിൾ ട്രാക്കിംഗ് ചെയ്യാം. പിന്നെ അതോടൊപ്പം തന്നെ നല്ലൊരു ഡ്രൈവർ ഉണ്ടെങ്കിൽ നമ്മുടെ യാത്ര നല്ല സുഖകരമായിട്ട് മുന്നോട്ട് പോകും. ഇന്നിപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് ഷെരീഫ് ഭായി ആണ്. അദ്ദേഹത്തിന് ഒരുപാട് ലൊക്കേഷനുകൾ അറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വന്നിട്ടില്ല. നല്ല എക്സ്പീരിയൻസ് ഡ്രൈവർ. അപ്പോൾ അദ്ദേഹം അബുദാബിയിൽ അവൈലബിൾ ആണ്. അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യക്കാർ എന്തായാലും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഷെരീഫ് ഭായിയുമായിട്ടുള്ള ഒരു യാത്ര. ഓക്കെ.